കഴിഞ്ഞിട്ട് ദർഗയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ശംസുൽ ഉലമ തങ്ങൾ മുത്തുപേട്ട ദർഗാ സിയാറത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ അവിടെ ഒരു സൈഡില് മക്കാമിന്റെ ഒരു സൈഡില് തമിഴത്തിയായ ഒരുമ്മ, മലയാളിയല്ല, കന്നഡത്തിയല്ല, തമിഴത്തിയായ ഒരുമ്മ. മുസ്ലിമാണോ എന്ന് ചരിത്രത്തിൽ വ്യക്തമല്ല. തമിഴത്തിയായ ഒരു പെണ്ണുങ്ങള് ഒരാണ് കിടാവിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കുന്തത്തിന്റെ സൈഡിൽ നിന്നറ്, ഒരു പില്ലറിന്റെ അവിടെ നിന്നറ്. ആ സമയത്ത് ശംസുൽ ഉലമ തങ്ങൾ ദർഗയിൽ നിന്നിട്ട് ഇറങ്ങുകയാണ്. സിയാറത്ത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോ ആ പെണ്ണുങ്ങളതാ കിടാവിനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ശംസുൽ ഉലമയോട് പറഞ്ഞു, ഇതെന്റെ മോനാണ്. ആ പെണ്ണുങ്ങൾക്കറിയില്ല ഇത് ശംസുൽ ഉലമയെന്ന്. അങ്ങനെ പറഞ്ഞല്ല, കിടാവിനെ കൊണ്ടുവന്നിട്ട് അവിടെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞത് ശംസുൽ ഉലമല്ലേ, അതുകൊണ്ട് പറയുന്നു എന്നർത്ഥത്തിൽ പറഞ്ഞല്ല. ശംസുൽ ഉലമ ഉമ്മക്കറിയില്ല, സമസ്തയുടെ സെക്രട്ടറി ആണെന്നറിയില്ല. ഒന്നറിയാം, ആ മുഖം കണ്ടാൽ ശംസുൽ ഉലമ എന്ന മഹാനുഭാവന്റെ മുഖം കാണുമ്പോ ആ ഉമ്മാക്ക് വന്നറിയാം, അത് വലിയ മഹാനാണ്, അത് വലിയൊരാളാണ്. ഇവിടെ കിടക്കുന്നവരെ പോലെ അല്ലാഹ് ആദരിച്ചൊരു മഹാനാണ്. അതാ മുഖം കണ്ടാൽ മനസ്സിലാകുന്നു. അത് തിരിച്ചറിഞ്ഞ തമിഴത്തിയായ ഉമ്മ തന്റെ ആടുകിടാവിനെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ മോനാണ്, 8-9 വയസ്സായി. എന്റെ മോന് ഒരേവരാണ് കുഞ്ഞ്. എന്റെ മോന് വായി വരുന്നില്ല, പൊട്ടനാ, മുണ്ടുന്നില്ല. മാത്രമല്ല എല്ലാം ഉണ്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്റെ കിടാവ് നല്ല പോലെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ നൊന്തുപെറ്റവളല്ലേ, 9 മാസത്തോളം ഗർഭം ചുമന്നിട്ട് പ്രസവിച്ചവളല്ലേ. എന്റെ മുഖം ഒന്ന് നോക്കിയിട്ട് എന്റെ കിടാവ് ഉമ്മ എന്ന് വിളിച്ചെങ്ങ് നല്ലെന്ത്, അത് മാത്രം ഒന്ന് കേട്ടെങ്ങ് മയ്യാവും. നിങ്ങ ദുആരക്കണോ ഉസ്താദേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ആ കിടാവിന്റെ കൈ പിടിക്കുന്നു. വീണ്ടും അതാ ദർഗയിലേക്ക് കയറുകയാണ്. മുത്തുപേട്ട വലിയുള്ളാഹി തങ്ങളെ മഖാമിലേക്ക് കയറുകയാണ്. അവിടെയുള്ളവരെല്ലാം പുറത്തു നിൽക്കാൻ പറയുന്നു. അവിടെ സിയാറത്ത് ചെയ്യുന്നവരോട് അപ്പുറം നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ശംസുൽ ഉലമ ആ കിടാവിന്റെ കൈ പിടിച്ചിട്ട് 40 മിനിറ്റിലേറെ അവിടെ ദുആരുന്നു. 40 മിനിറ്റിലേറെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. കിടാവിന്റെ കയ്യും പിടിച്ചിട്ട് ഉമ്മാന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് ശംസുൽ ഉലമ തങ്ങള് കിടാവിനോട് ചോദിച്ചു, പൊന്നുമോനെ ഇതാര്, ഈ പെണ്ണുങ്ങളാര്, ഇതാര് എന്നാ കുഞ്ഞിനോട് ചോദിക്കുമ്പോ 8-9 വർഷത്തോളമായി ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന പൊട്ടനായ കുഞ്ഞ് ഉറക്കെ പറഞ്ഞു, ഇതെന്റെ ഉമ്മ, ഇതെന്റെ ഉമ്മ. സുബ്ഹാനല്ലാഹ്, ഔദുൽ ഹകീം തങ്ങളെ കറാമത്ത്, ശംസുൽ ഉലമ തങ്ങളെ കറാമത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് പുത്തിരിയല്ല, അതിൽ അത്ഭുതപ്പെടാനില്ല. മഹാന്മാർക്ക് കറാമത്ത് സ്വാഭാവികമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ ഹജ്ജത്തുൽ വദാഇന്റെ നാണെന്നാണ് മറ്റൊരു അഭിപ്രായം. ഏതുമാകട്ടെ, ഇമാം ബൈഹഖി തങ്ങൾ ദലായിലുൽ ബൈഹഖിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്.